എല്ലാ ദോഷങ്ങളും പൊറുപ്പിക്കുന്ന ഒരു അമൽ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താം. ഈ റമദാനിൽ പലരും അത് ചെയ്തിട്ടുണ്ടാവും. ഇനി ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ റമദാൻ കഴിയുന്നതിന് മുമ്പ് ഒന്ന് ചെയ്യണം, ഒന്ന് ശ്രമിക്കണം. അതിനൊരു അമൽ ഞാൻ പറഞ്ഞു തരാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. റസൂലുള്ള തൻ്റെ പിതൃവ്യനായ അബ്ബാസ് എന്നവരോട് പറയാൻ. എന്താ പറയുന്നത്? യാ അബ്ബാസ്, യാ അമ്മ, ഓ പ്രിയപ്പെട്ട പിതൃവ്യ, അലാ ഉഅ്തീക, ഞാൻ നിങ്ങൾക്ക് തരട്ടെയോ? അലാ അംനഹുക, ഔദാര്യമായി നൽകട്ടെയോ? അലാ അഹ്ബൂക, നിങ്ങൾക്കൊരു പാരിതോഷികമായി തരട്ടെയോ? ഒരു കാര്യം. എന്താണ് ആ കാര്യത്തിൻ്റെ പ്രത്യേകത? ഇദാ അൻത ഫഅൽത, അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇദാ അൻത ഫഅൽത ദാലിക, ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ആ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഗഫറല്ലാഹു ലക ദംബക അവ്വലഹു വ ആഖിറ, നിങ്ങളെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരും. അവ്വലഹു, ആദ്യം സംഭവിച്ചതും, വ ആഖിറഹു, അവസാനം സംഭവിച്ചതും, ഖദീമഹു വ ഹദീസഹു, മുമ്പ് സംഭവിച്ചതും ഈ അടുത്ത് സംഭവിച്ചതും, ഖത്അഹു വ അംദഹു, അറിയാതെ സംഭവിച്ചതും മനഃപൂർവ്വം സംഭവിച്ചതും, സ്വഗീറഹു വ കബീറഹു, ചെറിയ ദോഷങ്ങളും വലിയ ദോഷങ്ങളും, സിർറഹു വ അലാനിയതഹു, രഹസ്യമായ ദോഷങ്ങളും പരസ്യമായ ദോഷങ്ങളും എന്ന് പറഞ്ഞാൽ എ ടു സെഡ് എല്ലാ ദോഷങ്ങളും നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരും. അങ്ങനത്തെ ഒരു അമൽ അറിയിച്ചു തരട്ടെയോ? താല്പര്യത്തോടുകൂടെ അദ്ദേഹം പറഞ്ഞു, ആ അറിയിച്ചു തരൂ. അങ്ങനെ എ ടു സെഡ് എല്ലാ ദോഷങ്ങളും പൊറുപ്പിക്കുന്ന അമലാണെങ്കിൽ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ചെയ്യാലോ. അപ്പോൾ പറഞ്ഞു, അൻ തുസല്ലിയ അർബഅ റകഅത്ത്, 4 റകഅത്ത് നിസ്കരിക്കലാണ്. തഖറഉ ഫീ കുല്ലി റകഅത്തിൻ ഫാത്തിഹത്തൽ കിതാബി വസൂറ, ആ 4 റകഅത്തിലും ഫാത്തിഹയും ഓതണം, ശേഷം ഒരു സൂറത്തും. ഫൈദാ ഫറഗത മിനൽ ഖിറാഅത്തി ഫീ അവ്വലി റകഅ, ഒന്നാമത്തെ റകഅത്തിലെ വജ്ജഹത്ത് ഓതി ഫാത്തിഹ ഓതി ഒരു സൂറത്തും. നല്ലത് സൂറത്തു തകാസുർ, അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന സൂറത്ത് ഒന്നാമത്തെ റകഅത്തിൽ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, രണ്ടാമത്തെ റകഅത്തിൽ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, മൂന്നാമത്തെ റകഅത്തിൽ. ഖുൽ ഹുവല്ലാഹു അഹദ്, നാലാമത്തെ റകഅത്തിൽ. അത് പകലാണ് നിസ്കരിക്കുന്നതെങ്കിൽ ളുഹർ പോലെ 4 റകഅത്ത് ഒന്നിച്ച് നിസ്കരിക്കലാണ് അഫ്ളൽ. രാത്രിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഈ 2 റകഅത്തായിട്ട് രണ്ടാമത്തെ റകഅത്തിൽ സലാം വീട്ടിയിട്ട് നിസ്കരിക്കലാണ് അഫ്ളൽ. ഇങ്ങനെ 4 റകഅത്ത് നിസ്കരിക്കുക. എന്താണ് ആ നിസ്കാരത്തിൻ്റെ പേര്? തസ്ബീഹ് നിസ്കാരം. അപ്പോൾ ഒന്നാമത്തെ റകഅത്തിൽ ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞതിന് ശേഷം ഒരു 15 തവണ നിങ്ങൾ പറയണം. വ അൻത ഖായിമുൻ ഖുൽത സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 15 മറ. ഒന്നാമത്തെ റകഅത്തിൽ സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് 15 തവണ അത് പറയുക. പിന്നെ റുകൂഅ്, ഇഅ്തിദാൽ, 2 സുജൂദ്, സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം, രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് നൃത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇരുത്തുണ്ട്, അതിന് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്നാ പറയുക. ആ ഇടയിലുള്ള ഇരുത്തം പോലെ കുറച്ച് നേരം ഒന്ന് നൃത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 2ാം സുജൂദിൽ നിന്ന് കണ്ടിരിക്കുക. ആ ഇരുത്തത്തിലും ചൊല്ലുക 10 മറാസ്, 10 തവണ. അപ്പോൾ ഒരു റകഅത്തിൽ എത്ര തവണയായി? 75 തവണയായി. രണ്ടാമത്തെ റകഅത്തിൽ ഈ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ ചൊല്ലേണ്ട ദിക്ർ അത് അത്തഹിയ്യാത്ത് കഴിഞ്ഞതിന് ശേഷം ചൊല്ലുക. 4ാമത്തെ റകഅത്തിലും അങ്ങനെ ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ പടച്ചോനെ എല്ലാ ദോഷങ്ങളും പുറത്തു കിട്ടും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഈ കാര്യം ഇനിസ്തതഅത അൻ തുസല്ലിഹാ ഫീ കുല്ലി യൗമിൻ മറത്തൻ ഫഫ്അൽ, എല്ലാ ദിവസവും ഒരു വട്ടം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യ്. ഫഇല്ലം തഫ്അൽ ഫഫീ കുല്ലി ജുമുഅത്തിൻ മറ, അങ്ങനെ എല്ലാ ദിവസവും ചെല്ലാൻ കഴിയില്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും, അത് വെള്ളിയാഴ്ച ആയാൽ വളരെ നന്ന്, ജുമയുടെ മുമ്പ് ഒരു വട്ടം ചെയ്യ്. ഫഇല്ലം തഫ്അൽ, അതിനും കഴിയൂലെങ്കിൽ ഫഫീ കുല്ലി ഷഹ്രിൻ മറ, എല്ലാ മാസത്തിലും ഒരു വട്ടം ചെയ്യ്. ഫഇല്ലം തഫ്അൽ ഫഫീ കുല്ലി സനത്തിൻ മറ, എല്ലാ മാസത്തിലും കഴിയൂലെങ്കിൽ എല്ലാ കൊല്ലത്തിലും ഒരു വട്ടെങ്കിലും ചെയ്യ്. ഫഇല്ലം തഫ്അൽ ഫഫീ ഉംരിക മറ,
അങ്ങനെ കൊല്ലത്ത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആയുസ്സിൽ ഒരു വട്ടെങ്കിലും അത് ചെയ്യേ. ഞാൻ നിങ്ങളോട് പറയുന്നത് റമളാനാണ്. ഒരു തഹജ്ജുദ് നിസ്കാരമെങ്കിലും ഉണ്ടാവാതെ ഈ റമളാൻ കഴിഞ്ഞു പോയാൽ അതൊരു വിഷമല്ലേ അല്ലേ? ആണ്. അപ്പോൾ ഈ നിന്ന് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സുന്നത്ത് നിസ്കാരമാണല്ലോ, ഇരുന്ന് നിസ്കരിക്കുക, ഇരുന്നിട്ട് ചെയ്യുക, ഇരുന്നിട്ട് റുക്കോഴ് ചെയ്യാലോ, ഇരുന്നിട്ട് സുജൂദ് ചെയ്യാലോ. അതിന് നെറ്റി നിലത്ത് വെക്കണമെന്നില്ല. ബുദ്ധിമുട്ടാണെങ്കിൽ സാധാരണ നിനക്ക് കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ നിസ്കരിക്കുക, കഴിയാത്തവരാണെങ്കിൽ കസേരയിൽ ഇരുന്നിട്ട് നിസ്കരിക്കുക. തല കൊണ്ട് ആംഗ്യം കാണിച്ചാൽ മതി റുക്കോഴും സുജൂദൊക്കെ. അത് സ്റ്റൂളിൽ തന്നെ നെറ്റി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മുന്നിലൊരു സ്റ്റൂൾ വെച്ചിട്ട് അതിൽ തന്നെ നെറ്റി വെക്കണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അവരാ കസാലയിലിരുന്നു, റുക്കോയിലേക്ക് കുറച്ചൊന്ന് കുനിഞ്ഞു, സുജൂദിലേക്ക് അതിനേക്കാൾ ഒന്നുകൂടെ കുനിഞ്ഞു, അത് മതി. കഴിയുന്ന മാതിരി ചെയ്യുക. ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. 27 രാവും 29 രാവൊക്കെ നമ്മളിലേക്ക് ഇനി വരാനുണ്ടല്ലോ. അപ്പോൾ കുറച്ച് സമയം അതിനൊന്ന് നീക്കി വെക്കുക. ആ നിസ്കാരം കഴിയുമ്പോഴത്തേക്ക് 300 തവണ എന്ത് ചൊല്ലിക്കഴിയും? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. എല്ലാ ദോഷവും പൊറുക്കപ്പെടും. ഗഫറല്ലാഹു ലക ദംബക അവ്വലഹു വ ആഖിറഹു ഖദീമഹു വ ഹദീസഹു ഖത്അഹു വ അംദഹു സഗീറഹു വ കബീറഹു സിർറഹു വ അലാനിയതഹു. പടച്ചോനെ, മുമ്പ് കഴിഞ്ഞതും ശേഷം വരാൻ പോകുന്നത്, ആദ്യം ചെയ്തത്, അവസാനം ചെയ്തത്, മനഃപൂർവ്വം ചെയ്തത്, അറിയാതെ ചെയ്തത്, ചെറിയ ദോഷങ്ങൾ, വലിയ ദോഷങ്ങൾ, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത് എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഈ ഒരു കാര്യം എൻ്റെ മുഅ്മിനീങ്ങൾ പരമാവധി ശ്രദ്ധിക്കുകയും നമുക്ക് പറ്റാവുന്നവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. ഒരാൾ നമ്മളെ വാക്കുകൊണ്ട് ചെയ്താൽ അൽഹംദുലില്ലാ കൂലി നമുക്കും കിട്ടുമല്ലോ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. കൂലി നമുക്കും കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞുകൊടുത്ത നമുക്ക് അതിൻ്റെ അള്ളാഹു കൂലി തരും. അതുകൊണ്ട് ഓല കൂലി കുറയോ? ഇല്ല. നമ്മളത് കുറയോ? ഇല്ല. നമുക്കിപ്പോൾ ഒരു ഫോട്ടോ മൊബൈലിൽ കിട്ടി, ഒരു പോസ്റ്റർ കിട്ടി, അതൊരു1000 ആളുകൾക്ക് നമ്മൾ വാട്സപ്പ് വഴി ഷെയർ ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് നമ്മളടുത്ത് ഉള്ളതില്ലാതാവുമോ? ആവുമോ? ഇല്ല. എല്ലാവർക്കും അതേപോലെ കിട്ടിയില്ലേ? എന്നതുപോലെ നമ്മൾ കാരണമായി ഒരാൾ ഒരു അമല് ചെയ്താൽ അതിൻ്റെ കൂലി എത്രയാണോ അതേ കൂലി ആർക്കും കിട്ടും. പറയണില്ലല്ലോ പടച്ചോനെ. ഇത് ചെയ്തവർക്കും കിട്ടും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു ഈ മജ്ലിസ് കബൂലാക്കട്ടെ. അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും പൊതിയട്ടെ. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ നമ്മളിൽ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.